ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിഡീസ് ക്രിയേറ്റീവ് വേൾഡ്. പുകവലിക്കാരുടെ സംഖ്യ കാലം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പുകയില വിരുദ്ധ ദിനത്തിൽ നമുക്ക് പുകയിലയെ പറ്റിയും പുകവലിയെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ ശ്രവിക്കാം. 40 മുതൽ 70% വരെ പുരുഷന്മാരും 10 മുതൽ 50% വരെ സ്ത്രീകളും ഇന്ന് പുകവലിയുടെ അടിമകളാണ്. ഇത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കാണ്. 1603 ഇംഗ്ലണ്ടിന്റെ സിംഹാസനമേറിയ ജെയിംസ് ഒന്നാമൻ പുകവലിയെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: കണ്ണിന് അറപ്പും മൂക്കിന് വെറുപ്പും തലച്ചോറിന് ക്ഷതവും ശ്വാസകോശത്തിന് അപകടവും വരുത്തുന്ന ഒരു ഉപചാരമാണിത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുകവലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. തങ്ങളുടെ ജീവിതമാണ് പുകഞ്ഞു തീർന്നതെന്ന് മനസ്സിലാക്കിയിട്ടും മനുഷ്യൻ അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അധികം ആർക്കും അറിയാത്ത ഒരു വസ്തുത പറയാം. വലിച്ചു മരിക്കുന്നവർക്ക് പകരം ഇ സിഗരറ്റിലൂടെ കുട്ടികളെ വലയിട്ട് കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മിഠായി രുചിയിലും കാർട്ടൂൺ മാതൃകയിലുമാണ് ഈ സിഗരറ്റ് വിപണിയിലിറക്കുന്നത്. കുട്ടികളെ ആകർഷിക്കുന്നതാണ് തങ്ങൾക്ക് ദീർഘകാല ഉപഭോക്താക്കളെ കിട്ടാൻ ഏറ്റവും നല്ലതെന്ന് കമ്പനികൾ മനസ്സിലാക്കിയാണ് ഈ സംരംഭത്തിന് അവർ തുനിഞ്ഞിരിക്കുന്നത്. പുകയിലയിൽ നിന്ന് അമോണിയ ചേർത്ത് സ്വാംശീകരിച്ചെടുക്കുന്ന നിക്കോട്ടിനാണ് ഫ്രീ ബേസ്ഡ് നിക്കോട്ടിൻ. ഇതാണ് ഇ സിഗരറ്റ് അഥവാ വേപ്പിൽ ഉപയോഗിക്കുന്നത്. നിക്കോട്ടിന്റെ എല്ലാ ദൂഷ്യഫലങ്ങളും ഇതിനുമുണ്ട്. കുട്ടികൾ 21 വയസ്സിന് മുൻപ് ഇതിന് അടിമപ്പെട്ടാൽ ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലെന്നും WHO പറയുന്നു. യൂറോപ്പിൽ 15 വയസ്സുകാരിൽ നടത്തിയ സർവേയിൽ 32% പേരും ഇ സിഗരറ്റ് ഉപയോഗിച്ചവരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഇതിൽ 20% പേരും ഒരു മാസമായി ഉപയോഗിച്ചു വരികയാണത്രേ. എത്ര ഞെട്ടിക്കുന്ന വസ്തുതയാണല്ലേ. നിക്കോട്ടിയാന എന്ന വംശത്തിലെ ഒരു ചെടിയാണ് പുകയില. അതിൽ വിഷമടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ജീൻ നിക്കോട്ടിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ നിക്കോട്ടിൻ എന്ന പേര് വന്ന ഈ വിഷത്തിന്റെ ഒരു തുള്ളി വായിൽ വീണാൽ മതി, ഒരാൾ മരിക്കും. പുകവലിക്കുമ്പോൾ വളരെ കുറഞ്ഞ മാത്രയിൽ അത് രക്തത്തിൽ കലരുന്നതുകൊണ്ടും കാലക്രമേണ ശരീരം പ്രതിരോധ ശക്തി ആർജിക്കുന്നതിനാലും അത്രയ്ക്ക് അപകടം സംഭവിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ അപകടം ക്രമേണ പ്രത്യക്ഷപ്പെടും. സിഗരറ്റ് വലിക്കുമ്പോൾ 7 സെക്കൻഡ് കൊണ്ട് തലച്ചോറിലും 15 സെക്കൻഡ് കൊണ്ട് പാദത്തിലും തള്ളവിരലിലും എത്തുന്നു. ഇത് ശ്വാസകോശാർബുദത്തിനും ഹൃദയധമനിയിലെ രോഗങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും കാരണമാക്കുന്നു. സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന വൈറ്റമിൻ പൂർണ്ണമായി നശിപ്പിക്കാൻ ഒരു സിഗരറ്റിന് സാധിക്കും. വിട്ടുമാറാത്ത ചുമ, ശ്വാസമുട്ടൽ, കഫം തുടങ്ങിയവയും പുകവലി സൃഷ്ടിക്കുന്നു. ശ്വാസകോശാർബുദം പുകവലിക്കാരന്റെ സന്താനങ്ങൾക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. കൗമാരത്തിലാണ് പലരും പുകവലി ശീലം ആരംഭിക്കുന്നത്. പുകവലിയിലൂടെ കഞ്ചാവിലേക്കും മറ്റു ലഹരി വസ്തുക്കളിലേക്കും എത്തുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് പല വിദ്യാലയങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പുകവലിയോട് നാം വിട പറഞ്ഞേ മതിയാകും. ഒരു സിഗരറ്റ് കൊളുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ചിത കൊളുത്തുന്നത് പോലെയാണെന്ന് ഓർക്കുക. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് യത്നിക്കാം. നന്ദി, നമസ്കാരം.